ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാദേവി നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇപ്പം 7ാമത്തെ അധ്യായത്തിൽ തത്വനിരൂപണം എന്നുള്ള ഭാഗമാണ് നമുക്ക് പറയാനുള്ളത്. ബ്രഹ്മാവ് പറയണു, ഞങ്ങള് 3 പേരും ആ ദേവിയെയും മറ്റു ദേവിമാരെ സ്തുതിച്ചു കൊണ്ടാടി. അപ്പം വ്യാസൻ പറഞ്ഞു, അച്ഛന്റെ വാക്കുകൾ കേട്ട് നാരദമുനി പിതാവിനെ ഭക്തിയാദരപൂർവ്വം നമസ്കരിച്ച് ചോദിച്ചു, നിത്യനും അവ്യനുമായ ആ പരംപുരുഷനെ അങ്ങ് കാണുകയുണ്ടായോ? അവരുടെ സ്വഭാവം എങ്ങനെയുള്ള സ്വഭാവമാണ് അവരത്? ഞാൻ പണ്ട് ശ്വേതദ്വീപിൽ ഉഗ്രമായ തപസ് ചെയ്തിട്ടുണ്ട്. ജിതേന്ദ്രന്മാരെയും ഒട്ടനവധി ഋഷീശ്വരന്മാരെയും കാണാനിടയായിട്ടുമുണ്ട്. പക്ഷേ ഈ കണ്ണുകൾ കൊണ്ട് പരമാത്മാവിനെ കാണാൻ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ. സഗുണാകാരം കൊണ്ട് ദേവി അങ്ങ് കണ്ടുവല്ലോ അല്ലേ? നിർഗുണാത്മികയായ ദേവി എമ്മട്ടിലുള്ളവളാണ്. അവളുടെ നിർഗുണാത്മക രൂപം ഏതു വിധമാണോ? അപ്പൊ വേദവ്യാസൻ പറയുന്നു, നാരദര് ബ്രഹ്മാവിനോട് ചോദിച്ചു. ഇപ്രകാരം ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് സത്യമായ വാക്കുകളെ പറഞ്ഞു. നിർഗുണത്തിന് രൂപമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആ പരമ്പൊരുളിനെ പരാശക്തിയെ ജ്ഞാനം കൊണ്ട് മാത്രമേ അറിയാൻ കഴിയൂ. അല്ലാതെ ഇങ്ങനെ ഒരു സ്ഥൂല രൂപത്തിൽ വന്ന് നമ്മുടെ മുമ്പിൽ നിന്നു എന്നല്ല അർത്ഥം. ആദ്യം അവസാനമില്ലാത്തവരാണ് പ്രകൃതി പുരുഷന്മാർ. വിശ്വാസം കൊണ്ട് മാത്രമേ അവരെ അറിയാൻ സാധിക്കൂ. വിശ്വാസമില്ലെങ്കിൽ അവർ പ്രാപിക്കാൻ കഴിയാത്തവരുമാണ്. ചൈതന്യമായി ഓരോ വസ്തുവിലും കാണുന്നത് തന്നെയാണ് പരമാത്മാവ്. ഏതിലൊക്കെ ഒരു ചൈതന്യഭാവം നമുക്ക് കാണുമ്പോൾ തോന്നൂലേ? അതിൻ്റെതായ ചൈതന്യം. ഇത് ഇപ്പൊ ഒരു മരത്തിനാണെങ്കിൽ ആ മരത്തിന്റെ ഒരു ചൈതന്യം, ഒരു ജീവൻ, അത് ഉള്ളത് തന്നെയാണ്. ആ ശക്തിയാണ് പരമാത്മാവ് എന്ന് പറയുന്നു. അതുപോലെ ജീവികളിലും ഒക്കെ അവരെ കൂടാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ശക്തി തന്നെയാണ് പരമാത്മാവ്. പരമാത്മാവ് തന്നെയാണ് ശക്തിയും. അത് രണ്ടും കൂടി ഒന്നാണ്. അവരുടെ അന്തരം വ്യക്തമായി അറിയുവാൻ ആർക്കും സാധ്യമല്ല എന്ന് ബ്രഹ്മാവ് മകനായ ശ്രീനാരദ മഹർഷിയോട് പറയുകയാണ്. വേദവും വേദാംഗവും ശാസ്ത്രങ്ങളും പഠിച്ചാലും കാര്യമില്ല കേട്ടോ. വൈരാഗ്യം വന്നവന് മാത്രമേ അവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ചരാചരങ്ങളെല്ലാം അഹങ്കാരത്തിൽ നിന്നുണ്ടായതാണ്. ഇന്നലെ പറഞ്ഞു അഹങ്കാരത്തിന്റെ കാര്യം. എത്ര കൽപ്പം കഴിഞ്ഞാലും അതില്ലാതാവുകയുമില്ല. പിത്തം മൂടിയ നാവിനും കണ്ണിനും എരിവും മഞ്ഞ നിറവും അറിയാൻ സാധ്യമാണോ? ഒന്നിന്റെ രുചി അറിയില്ല. അതേപോലെ ഗുണങ്ങൾക്ക് അധീനനായ ഒരാൾക്ക് എങ്ങനെ നിർഗുണത്തെ മനസ്സിലാക്കാൻ സാധിക്കും? അഹങ്കാരത്തിൽ നിന്നുണ്ടായത് കൊണ്ട് ഗുണവർജിതമാക്കാൻ സാധ്യമല്ല. അഹങ്കാരം ലേശം പോലും ഇല്ലാത്ത നിർമ്മലമായ മനസ്സിലെ ആ ദർശനം സാധ്യമാകുള്ളൂ. ആര് പറയുന്നു? ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് വേദവ്യാസൻ പറഞ്ഞു കൊടുക്കുന്നവർക്ക്. അപ്പൊ നാരദര് പറഞ്ഞു, അഹങ്കാരം 3 തരത്തില്, ഗുണങ്ങളും 3 തരത്തില്. ഈ 3ന്റെയും രൂപഭേദങ്ങളും ഗുണലക്ഷണങ്ങളും എനിക്ക് പറഞ്ഞു തന്നാലും പിതാവേ എന്ന് പറഞ്ഞു. ഏതറിഞ്ഞാലാണ് മുക്തനാവുന്നത്? ആ ജ്ഞാനവും എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് അച്ഛനായ ബ്രഹ്മാവിനോട് ശ്രീനാരദ മഹർഷി പറയുന്നു എന്ന് വേദവ്യാസൻ പറയുന്നു. ബ്രഹ്മാവ്, നാരദ മകനെ, 3 ശക്തികൾ ചേർന്നതാണ് ത്രിഗുണങ്ങൾ. അറിയാലോ? അത് ത്രിഗുണം എന്ന് പറഞ്ഞാൽ തന്നെ 3ആണെന്ന് അറിയാലോ. ജ്ഞാനശക്തി, ക്രിയാശക്തി, ദ്രവ്യശക്തി. സത്വഗുണത്തിന്റെ ശക്തിയാണ് ജ്ഞാനശക്തി. രാജസ ഗുണത്തിന്റെ ശക്തി ക്രിയാശക്തി. താമസ ഗുണത്തിന്റെ ശക്തി ഇച്ഛാശക്തി അഥവാ ദ്രവ്യശക്തി. താമസമാകുന്ന ദ്രവ്യശക്തിയിൽ നിന്ന് ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം തുടങ്ങിയവ 5 തന്മാത്രകളും ഉണ്ടായി. ഏതിൽ നിന്നാണ് പറഞ്ഞത്? താമസത്തിൽ നിന്ന്. ആകാശത്തിന്റെ ഗുണം ശബ്ദം, വായുവിന്റെ ഗുണം സ്പർശം. ആകാശത്തിന്റെ ഗുണം ശബ്ദമാണ്. അതുപോലെ വായുവിന്റെ ഗുണം എന്താണ്? സ്പർശം. ജലത്തിന്റെ ഗുണം രസം. അഗ്നിയുടെ ഗുണം രൂപം.
ഭൂമിയുടെ ഗുണം ഗന്ധം. ഈ 10 ചേർന്നതാണ് താമസ അഹങ്കാരം. ഈ പഞ്ചഭൂതങ്ങളുടെ പ്രകടിത രൂപമാണ് അത്രയും ബ്രഹ്മാണ്ടം. അതും പറഞ്ഞു കൊടുത്തു. രാജസ ഗുണം ക്രിയാശക്തിയിൽ നിന്നുണ്ടായതാണ്. ചെവി, കണ്ണ്, ത്വക്ക്, നാക്ക്, 5ാമത് മൂക്കും. ഇവ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ചെവി, കണ്ണ്, ത്വക്ക്, നാക്ക്, മൂക്ക്. കർമ്മേന്ദ്രിയങ്ങളായി വാക്ക്, പാദം, പാണി, ഗുദം, ലിംഗം എന്നിവയും. പിന്നീട് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ 5 വായുക്കളും രാജസ സൃഷ്ടി തന്നെയാണ്. ഈ 15 ഇന്ദ്രിയങ്ങളും കർമ്മം ചെയ്യാനുള്ളവയാണ്. എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മം ചെയ്യാൻ പറ്റും, ചെയ്യണം. ജ്ഞാനശക്തിയോടുകൂടി സാത്വികാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവരാണ് ചന്ദ്രൻ, സൂര്യൻ, കാറ്റ്, പാശി, അശ്വിനി ദേവകള്. ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളാണ് അവർ. ആര്? ഈ ജ്ഞാനശക്തിയോടുകൂടി ഉണ്ടായവര്. ചന്ദ്രൻ, വിധി, രുദ്രൻ, ക്ഷേത്രജ്ഞൻ ഇതിൽ മനസ്സും കൂടി ചേരുമ്പോൾ 15ആയി. പരമാത്മാവിന്റെ 2 രൂപമാണ്, സ്ഥൂലവും സൂക്ഷ്മവും. അതായത് വലിയതും ചെറുതും. ജ്ഞാനരൂപം നിരാകാരമാണ്, അത് സർവത്തിനും കാരണവുമാണ്. സ്ഥൂലരൂപമാകട്ടെ സാധകന് ഉപാസിക്കാൻ സൗകര്യമുള്ള രൂപവുമാണ്. കാണുമല്ലോ, ഇങ്ങനെ കണ്ടിട്ട് തന്നെ ഉപാസിക്കാലോ. മുമ്പ് പറഞ്ഞ ഭൂതസൂക്ഷ്മമായ തത്വങ്ങളെ പഞ്ചീകരണം ചെയ്താണ് പഞ്ചഭൂതമുണ്ടായത്. നാരദ, പഞ്ചീകരണം എന്താണെന്നും പറഞ്ഞുതരാം. ഇനി അത് ചോദിക്കണ്ട, ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് ഇനി അത് ചോദിക്കാൻ നിൽക്കണ്ട, അതും കൂടി ഞാൻ പറഞ്ഞു തന്നേക്കാം. പഞ്ചഭൂതങ്ങളുടെ രസതന്മാത്രയെ 2ആയി ഭാഗിക്കണം. ഒരു പകുതി വീണ്ടും 4ആയി ഭാഗിക്കുക. അപ്പോൾ എത്രയായി? 4 അരക്കാൽ ഭാഗവും 1/2 ഭാഗവുമായില്ലേ? ഇങ്ങനെ തന്നെ മറ്റ് തന്മാത്രകളെയും ചെയ്യുക. ഭാഗിച്ചു വെച്ചിട്ടുള്ള ഓരോന്നിലുമുള്ള പകുതി ഭാഗത്തിൽ മറ്റ് 4 ഭൂതങ്ങളുടെയും അരക്കാൽ ഭാഗം വീതം ചേർക്കുക. അരക്കാൽ എന്ന് പറഞ്ഞ് ഇന്നത്തെ ആൾക്കാർക്ക് അറിയണമെന്നില്ല. അപ്പോൾ സ്ഥൂലഭൂതം ലഭിക്കും. പഞ്ചീകൃതമായ ഭൂതത്തിൽ ചൈതന്യം പ്രവേശിച്ചാൽ ഞാനെന്ന ഭാവം ഉണ്ടാകുന്നു. സ്ഥൂലദേഹാഭിമാനിയായ ചൈതന്യ വസ്തുവിനെ ആദിനാരായണൻ ദൈവം, അതിനാണ് ഇതൊക്കെ പറയുന്നത്. ആ സ്ഥൂലദേഹാഭിമാനിയ ചൈതന്യ വസ്തുവിനാണ് ആദിനാരായണനെന്നും ദൈവം എന്നും ഭഗവാൻ എന്നൊക്കെ പറയുന്നത്. പഞ്ചീകൃത ഭൂതവിഭാഗം നല്ല പ്രകാശത്തോടും ഗുണത്തോടും കൂടി ഇരിക്കും. ആകാശത്ത് നിന്ന് ശബ്ദഗുണം മാത്രം, വായുവിനാകട്ടെ ശബ്ദവും സ്പർശവും, ഭൂമിക്ക് രൂപവും രസവും സ്പർശവും, ഓരോന്നിനും ഓരോ ഗുണങ്ങൾ ഏറി വരും. അവയെ വിസ്തരിക്കാം. ആകാശത്തിന് ഒരു ഗുണം, അതായത് ശബ്ദം. വായുവിന് 2 ഗുണം, അതായത് ശബ്ദവും സ്പർശവും. ജലത്തിനാണെങ്കിലോ 4 ഗുണമുണ്ട്, ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, രസമുണ്ട്. വെള്ളത്തിന്. ഭൂമിക്ക് 5 ഗുണമുണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അഗ്നിക്ക് 3 ഗുണമുണ്ട്, ശബ്ദവും സ്പർശവും രൂപവും. അങ്ങനെ ഓരോന്നിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തന്നില്ലേ. ഈ പഞ്ചഭൂതങ്ങളുടെ നാനാവിധത്തിലുള്ള പ്രകടിത ഭാവത്തെയാണ് സമഷ്ടിയായ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. ബ്രഹ്മാണ്ടത്തിൽ 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. 8ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്? ഗുണസ്വരൂപവും സംഖ്യയും. അതിൻ്റെയൊക്കെ സംഖ്യ കൂട്ടണ്ടേ, കണക്ക്. ബ്രഹ്മാവ് പറയുന്നു, നാരദ പുത്ര, നീ ചോദിച്ച സൃഷ്ടി സ്വരൂപത്തിനെ പറ്റി ഞാൻ പറഞ്ഞു തന്നു. ഞാൻ എനിക്ക് പറഞ്ഞു തന്നില്ലേ? മനസ്സിലായിട്ടുണ്ടോ? ഇനി ഗുണസ്വരൂപത്തെ പറ്റി പറയാം. ഏകാഗ്രചിത്തനായി ശ്രവിച്ചാലും ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി എന്നോട് വീണ്ടും ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരൂല. സത്വഗുണം കൊണ്ട് മനസ്സിന് സന്തോഷമുണ്ടാകും. ആർജവം, സത്യം, ശൗചം, ക്ഷമ, ധൃതി, ശ്രദ്ധ, ദയ, ലജ്ജ, ശാന്തി, പിന്നീട് സന്തോഷവും. കണ്ട തീർച്ചയാക്കാം അവനിൽ സത്വഗുണം ഉദിച്ചു എന്ന്. എന്തൊക്കെയാണ് സത്വഗുണത്തിന്റെ ഗുണം? ഞാൻ ഒന്നും കൂടി പറയാം. ആർജവം, സത്യം, ശൗചം, വൃത്തി, ക്ഷമ, ധൃതി, ശ്രദ്ധ, ദയ, ലജ്ജ, ശാന്തി. അത് കൂടാതെ സന്തോഷം. സത്വഗുണത്തിന്റെ നിറം വെളുപ്പാണ്. ധർമ്മത്തിൽ സന്തോഷവും നല്ല കാര്യങ്ങൾ ശ്രദ്ധയും ദുർവിചാരങ്ങളിൽ ശ്രദ്ധ തോന്നാതിരിക്കുകയും ചെയ്യുന്നത് സത്വഗുണം പ്രകാശിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ശ്രദ്ധ 3 വിധമാണെന്ന് വിജ്ഞൻ അറിവുള്ളവർ പറയുന്നു. എന്താ അത്? സാത്വികം, രാജസം, താമസം. ശ്രദ്ധ
ചുവപ്പ് നിറം രജോ ഗുണത്തിന്റെ അടയാളമാണ്. അത് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ? അത് മോഹത്തെയും അതുവഴി ദുഃഖത്തെയും ജനിപ്പിക്കുന്നു. ദ്വേഷം, മത്സരം, ദ്രോഹം, ഡംഭ്, അഹങ്കാരം, നിദ്ര, ഉത്കണ്ഠ തുടങ്ങിയ ഭാവങ്ങൾ രാജസ ലക്ഷണങ്ങളാണ്. ഞാനെന്ന ഭാവം കൂടിയിരിക്കും അവർക്ക്. അഹങ്കാരവും ഗർവും രാജസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ ഭാവങ്ങൾ കണ്ടാൽ അറിവുള്ളവർ മനസ്സിലാക്കിക്കൊള്ളണം ഏത് തന്നിൽ രാജസീ ഭാവമാണ് പുറപ്പെടുന്നത് എന്ന്. എന്തൊക്കെ? ദേഷ്യം, മത്സരബുദ്ധി, ദ്രോഹിക്കാനുള്ള മനസ്സ്, അതുപോലെ അഹങ്കാരം, ഡംബ്, ഉറക്ക്, ഉത്കണ്ഠ, എന്താവും 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 എന്നുള്ളൊരു ഭാവം, അതാണ് രാജസ ലക്ഷണങ്ങള്. തമോ ഗുണം എന്ന് വെച്ചാൽ കറുപ്പാണ്. അതിന്റെ ലക്ഷണങ്ങള് മോഹം, ആലസ്യം, ഇപ്പൊ ഒന്നും കഴിയാണ്ട് ഇങ്ങനെ കിടക്കണം. നമ്മൾ ചില സമയത്ത് നല്ലോണം താമസഭാവം കൂടിയിട്ടുണ്ടാവും. നമുക്ക് കിടക്കണമെന്നേ തോന്നുള്ളൂ. അന്നേരം ഒന്നും ചെയ്യണം തോന്നില്ല. മടി, നിദ്ര, അത് ഉറക്ക്, കിടന്നിട്ട് ഇങ്ങനെ ഉറങ്ങണം തോന്നും. അജ്ഞാനം, അതുപോലെ അറിവില്ലായ്മ, ദീനത്വം, ഭീതി, എപ്പോഴും ആവശ്യമില്ലാത്തൊരു പേടി, അതുപോലെ ആദി, ലുബ്ധത്വം, ഒന്നും കൊടുക്കാൻ തോന്നൂല. തർക്കം, ആവശ്യമില്ലാത്തതിനൊക്കെ തർക്കിക്കാൻ നിൽക്കും. ദേഷ്യം വരും. രോഷം, കൗടില്യം, നാസ്തിക്യം, പരദോഷ ദർശനം എന്നിവകളാണ്. മറ്റുള്ളവരുടെ കുറ്റം കാണാൻ വ്യക്തി സാമർഥ്യം, അതാണ് താമസഭാവം. പരോപദ്രവകാരകമാണ്. എല്ലാവർക്കും ദ്രോഹം ചെയ്യുന്നൊരു സ്വഭാവമാണ് ഈ താമസഭാവം. മംഗളം മെച്ചുക്കുന്ന സജ്ജനങ്ങൾ സത്വഗുണത്തെ വളർത്തി രജോ ഗുണത്തെ കീഴടക്കി പിന്നീട് തമോ ഗുണത്തെ ഇല്ലാതെ തന്നെ ആക്കണം. ഈ അലസതയും ഉറക്കും എല്ലാം നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കണം. അതിനൊക്കെ ഈ ഗുണങ്ങൾ പരസ്പരം വിരുദ്ധമായി നിന്ന് തമ്മിൽ കലഹിക്കുകയും ചെയ്യും. എല്ലാവരിലും ഈ ഗുണം സമ്മിശ്രമായാണ് കാണുന്നത്. ഒന്നെ ഇപ്പം സത്വഗുണം മാത്രം ഉള്ള ഒരാളില്ല. അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്. ഇതിന് ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചാൽ സംസാരമാകുന്ന കെട്ടുപാടിൽ നിന്ന് വിമുക്തനായി തീരാൻ സാധിക്കും. ഞാനീ പറയുന്നത് കേട്ടിട്ട് മനസ്സിലേക്ക് സംശയമൊന്നും വരാൻ പാടില്ല മകനെ. എല്ലാം കണ്ടും കേട്ടും സ്വാനുഭവത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഒരു സ്ഥലത്ത് ഒരു തീർത്ഥമുണ്ടെന്നറിഞ്ഞ് അവിടെ പോയി സ്നാനവും ദാനവും കർമ്മവും ഒക്കെ ചെയ്ത് കുറച്ചു കാലം അവിടെ രാജസവൃത്തിയോടുകൂടി താമസിച്ച് വീണ്ടും തിരിച്ചെത്തി. പഴയ പോലെ തന്നെ ദിവസങ്ങൾ കഴിയുകയാണെങ്കിൽ ഉറപ്പിക്കാം, തീർത്ഥം കണ്ടിട്ടുമില്ല, അനുഭവിച്ചതുമില്ല എന്ന്. ഫലവുമില്ലാതെ വന്നാൽ കേട്ടില്ലെന്നും പറയാം. ഇപ്പൊ ശബരിമലക്ക് പോകുന്നുണ്ടല്ലോ ചിലവര്, ചെരുപ്പും അല്ലൊട്ട് നടന്ന് പുകവരിയെല്ലാം ഗംഭീരമായിട്ടുണ്ടാവും. ശബരിമലക്ക് പോകുന്നു. അതിൻ്റെ ഇടക്ക് കലമ്പാനുള്ള അവസരം കിട്ടിയെങ്കിൽ കലമ്പും ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരട്ടെ തരാം നിൽക്കുമെന്നും പറയും ചെയ്യും. അങ്ങനെയുള്ള ശബരിമല തീർത്ഥാടകരുണ്ട്. 41 ദിവസത്തെ വ്രതം എന്നൊക്കെ പറയുന്നല്ല. ഇപ്പൊ 41 ദിവസം ഒന്നും വ്രതമില്ല. ഇന്ന് മാലയിട്ടിട്ട് കാണാം, അടുത്ത ആഴ്ച മലക്ക് പോയിട്ട് വന്നിട്ടും കാണാം. അധിക സമയം നിൽക്കാൻ കഴിയില്ല, ഇത് വേണ്ടേ. അതാണ് അതുപോലെയാണ് പറയുന്നത്. ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയാന്ന് അങ്ങനെയുള്ളവരെ. തീർത്ഥത്തിന്റെ ശക്തി പാപത്തെ കളയുകയല്ലേ. തീർത്ഥസ്നാനത്തിന്റെ ഫലം പാപവിമുക്തിയാണ്. പാപത്തിന്റെ ശക്തി കളയുകയല്ല തീർത്ഥത്തിൽ കുളിച്ചാല് പാപവിമുക്തി, പാപം തീരെ പോവുകയാണ്. കൃഷിയുടെ ഫലം വിളവുമാണല്ലോ. കാമവും ക്രോധവും ലോഭവും മതമാത്സര്യങ്ങളും അതുപോലെ ദ്വേഷം, രാഗം, തൃഷ്ണ, പിന്നെ അവിവേകവും ഈർഷ്യയും സാഹസവും പാപദേഹത്തിന്റെ വികാരങ്ങളാണ്. ഇതൊക്കെയാണ് ഈ പാപികൾക്ക് എപ്പോഴും ഉണ്ടാവുക. അപ്പൊ നശിച്ചു പോയില്ലെങ്കിൽ ആ മർത്യൻ പാപി തന്നെയാണ്. തീർത്ഥസ്നാനം കൊണ്ടും ഈ തരത്തിലുള്ള മാലിന്യങ്ങൾ മനസ്സിൽ നിന്ന് പോകാതിരിക്കുകയാണെങ്കിൽ ഇത് മദ്യം നിറച്ച് കൂടം കൊണ്ടുപോയിട്ട് ഗംഗയിൽ മുക്കിയിട്ട് കൊണ്ടുവന്നത് പോലെ ഉണ്ടാവും എന്ന് പറയുന്ന ഉദാഹരണം. അവൻ ചെയ്യുന്ന യത്നങ്ങളൊക്കെ വിള കിട്ടാതെ കൃഷി പോലെ നിഷ്ഫലമാണ്. വയൽ നിരത്തി ഉഴുത് മുന്തിയ തരം വിത്തും വിതച്ച് ഫലം ലഭിക്കാൻ കൃഷിക്കാരൻ കാത്തു നിൽക്കും. കൊയ്തെടുക്കേണ്ട സമയത്താണെങ്കിൽ വല്ല കാട്ടുജന്തുക്കളോ എന്തെങ്കിലും വന്ന് അതിനെ തിന്നു തീർത്താൽ ആ കൃഷിക്കാരൻ എന്തുമാത്രം ഭഗ്നാശയനാകും. വല്ലാതെ മാനസിക വിഷമം വരൂല്ലേ അദ്ദേഹത്തിന്. ഇതുപോലെ തീർത്ഥസ്നാനവും വ്യർത്ഥമാവാതിരിക്കാൻ
നാം ശ്രദ്ധയോടെ ജീവിക്കണം. ഞാൻ പോയി ഗംഗാസ്നാനം ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഇതന്നെ പരിപാടി തന്നെ പിന്നെ ഗംഗയിൽ അല്ലെങ്കിൽ പമ്പയിലൊന്നും കുളിച്ചതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു. സത്വഗുണം വർദ്ധിപ്പിച്ച് ഉത്കൃഷ്ടമായ ശാസ്ത്രജ്ഞാനം നേടുകയാണെങ്കിൽ മനസ്സിലെ താമസഭാവത്തിന് നാശം വന്ന് വൈരാഗ്യം വന്ന് ചേരും. സത്വഗുണം വർദ്ധിപ്പിക്കാൻ തന്നെ നോക്കണം, എന്നാൽ നമ്മുടെ താമസഭാവത്തിന് നാശം വരും. രാജസഗുണം വർദ്ധിക്കുമ്പോൾ താമസഗുണം അതിലടങ്ങുന്നു. അതേപോലെ താമസഗുണം വർദ്ധിക്കുമ്പോൾ രാജസ സത്വഗുണങ്ങളെയും കീഴടക്കും. തമോ ഗുണങ്ങളുടെ വളർച്ച ഒന്നുകൂടി വിശദീകരിക്കാം. സത്വഗുണങ്ങൾ വർദ്ധിച്ച ഒരുവൻ ധർമ്മത്തിൽ വ്യതിചലിക്കുകയില്ല. എന്ത് തന്നെ ആയാലും അയാളുടെ ധർമ്മം വിട്ട് കളിക്കൂല. സത്വഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന ബാഹ്യാർത്ഥങ്ങളെ അവൻ ത്യജിക്കും. സത്വഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന അർത്ഥം മാത്രം ഗ്രഹിക്കുക. അവൻ ധർമാർത്ഥമായി യത്നം തുടങ്ങിയവ ചെയ്യാൻ ആഗ്രഹിക്കും. കാമം അതിൽ വരൂല. ധർമ്മം അർത്ഥം വേണ്ടേ എന്തിനീ യത്നം ചെയ്യണമെങ്കിൽ? മോക്ഷാർത്ഥിയായി അവനെ എങ്ങനെ രജസ്തമോ ഗുണങ്ങൾ ബാധിക്കൂല. രജോ ഗുണത്തെ കീഴടക്കി പിന്നീട് തമോ ഗുണത്തെ ജയിച്ച് ശുദ്ധ സത്വസ്വരൂപിയാകും അവൻ. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് പറഞ്ഞുതരാം. നിത്യാനുഷ്ഠാനങ്ങൾ ഉപേക്ഷിക്കും. മതി, ഇന്നിപ്പോ നാം ജീവിച്ചിട്ടിലേക്കൊന്നുമില്ല, നാളെ വിൽക്കാം. ഇന്നിപ്പം ക്ഷേത്രത്തിലൊന്നും പോയി തൊഴുതിട്ടിലേക്കൊന്നുമില്ല, നാളെ പോവാം. അങ്ങനെ ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് പ്രവർത്തിക്കും. ഇതിനേക്കാളും ഇപ്പം പറഞ്ഞില്ലേ, അമ്പലത്തിൽ പോകണോ അല്ല സിനിമക്ക് പോകണോ? സിനിമക്ക് പോവാം, നാളെ പറ്റിയെങ്കിൽ അമ്പലത്തിൽ പോവാം എന്ന് പറയുന്നത് മാതിരി അതിനാണ് പ്രാധാന്യം കൊടുക്കുക. അവനിൽ തമോ ഗുണങ്ങൾ മാറി നിൽക്കും. തമോ ഗുണം വർദ്ധിച്ചു വരുമ്പോൾ വേദശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം ഇല്ലാതാകും. അതൊക്കെ വെറുതെ പറയുന്നല്ലേ, വേദം ശാസ്ത്രം എന്നൊക്കെയുള്ളൊരു ബുദ്ധിയാണ് ഈ തമോ ഗുണം കൂടുന്ന സമയത്ത് ഉണ്ടാവുക. ധനം സമ്പാദിക്കാനുള്ള ആർത്തി അധികരിച്ച് പരദ്രോഹം ചെയ്യും. എങ്ങും പൈസ ഉണ്ടാകണം, ഒരുത്തനെ കൊന്നാലും തർക്കമില്ല, പൈസ ഉണ്ടാക്കണം. അധർമ്മമാർഗത്തിൽ സഞ്ചരിച്ച് പല വിധത്തിലുള്ള ദ്രവ്യനാശവും ഉണ്ടാകുന്നു. ഇതിനു വേണ്ടി അധികം ആർത്തി പിടിച്ച് കളിച്ചാലേ ഉള്ളതും കൂടി ഇല്ലാണ്ടാവും. ധനം സമ്പാദിക്കാനുള്ള ആർത്തി അധികരിച്ച് പരദ്രോഹം ചെയ്യും. ഏത് വിധേനയും ധനം സമ്പാദിക്കണം, അത്രമാത്രമേ വിചാരം ഉണ്ടാവുള്ളൂ. അത്യാഗ്രഹം. രജസത്വഗുണങ്ങളെ കീഴടക്കി താൻ തോന്നിയായി ആരെയും കൂസാതെ നടക്കും. ഒരാളെയും അനുസരിക്കൂല, തോന്നിയ വാസിയായിട്ട് നടക്കും. ഈ 3 ഗുണങ്ങളും ആരിലും ഒറ്റക്ക് നിൽക്കുന്നില്ല കേട്ടോ. ഈ ഗുണങ്ങൾ ഇങ്ങനെ ഒന്നിനെ മറ്റേത് ആശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. രജോ ഗുണത്തെ കൂടാതെ തമോ ഗുണങ്ങൾ വസിക്കുന്നില്ല, അതിൽ രജോ ഗുണം വേണം. അതേമാതിരി സത്വഗുണവും രജസ്തമോ ഗുണങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും സത്വഗുണം മാത്രം ഉള്ള ഒരാള് നമ്മുടെ രജോ ഗുണത്തെ കൂടാതെ തമോ ഗുണങ്ങൾ വസിക്കുന്നില്ല പറഞ്ഞല്ലോ. അതേമാതിരി തന്നെ സത്വഗുണവും രജസ്തമോ ഗുണങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. എല്ലാറ്റിനും മറ്റതിൻ്റെ കുറച്ച് വേണം. പ്രസൂതി ധർമ്മം പോലെ അന്യോന്യം ജനിപ്പിച്ചാചരിക്കും. ഈ 3 ഗുണങ്ങളുടെയും ചേർച്ച മണ്ണും കുടവും പോലെയാണ്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ സത്വഗുണം നമ്മളിലേക്ക് ആർജിക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നു. ദേവദത്തൻ, വിഷ്ണുമിത്രൻ, യജ്ഞദത്തൻ തുടങ്ങിയവർ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന മാതിരി ഈ ഗുണങ്ങളും ബുദ്ധിയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. സ്ത്രീയും പുരുഷനും ചേർന്ന് ജീവിക്കുന്നത് പോലെയാണ് ഈ 3 ഗുണങ്ങളും യുഗ്മഭാവത്തിൽ അന്യോന്യം കൂടിച്ചേർന്ന് വർത്തിക്കുകയാണ്. രജോ ഗുണത്തിനൊപ്പം സത്വഗുണവും സത്വഗുണത്തിനോടൊപ്പം രജോ ഗുണവും, ഈ 2 ഗുണങ്ങളും തമോ ഗുണത്തോടും ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അല്ലാതെ ഒന്ന് മാത്രം എപ്പോഴാ ജീവനാന്തം തമോ ഗുണം മാത്രം ഉള്ള ഒരാളുണ്ടാവില്ല. അടക്കം എപ്പോഴെങ്കിലും അയാൾക്കൊരു സത്വഗുണോ അല്ലെങ്കിൽ രജോ ഗുണം എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ കൂടുതൽ അത് നമ്മൾ ആർജിക്കാൻ താല്പര്യമില്ലാത്തവർ അത് തന്നെ ആയിട്ട് തീരും. ഇങ്ങനെ അപ്പൊ നാരദൻ പറയുന്നു, ശ്രേഷ്ഠമായ ഗുണരൂപത്തെ അച്ഛൻ വിസ്തരിച്ച് വർണ്ണിച്ചു തന്നുല്ലോ. അതെല്ലാം കേട്ടതിന് ശേഷം ഞാൻ അച്ഛനോട് വീണ്ടും ഇപ്രകാരം ചോദിച്ചു എന്ന് പറയുന്നു ശ്രീനാരദ മഹർഷി. 9ാമത്തെ അധ്യായത്തിൽ ഗുണങ്ങളെപ്പറ്റി നാരദന്റെ ചോദ്യമാണ് വർണ്ണിക്കുന്നത്. ആ നാരദന് ചോദിക്കുന്നത് നമുക്ക് അതും കൂടി പറഞ്ഞു തീർക്കാന്ന് തോന്നുന്നു.
പിതാവേ, ഗുണലക്ഷണങ്ങളെ പറ്റി അങ്ങ് വളരെ ഭംഗിയായും വ്യക്തമായും പറഞ്ഞു തന്നല്ലോ. ആ മധുരമായ വാണി കേട്ട് എനിക്ക് മതിയാവുന്നില്ലല്ലോ അച്ഛ. ഇനി ആ ഗുണങ്ങളുടെ സ്വഭാവം കൂടി വിസ്തരിച്ച് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. മധുരവാണിയാണ് ഇപ്പം അദ്ദേഹം പറയുന്നത്. അത്രയും കേട്ടാലും മതിയാവാത്ത ആ ഒരു വാക്കുകള്. നാരദന്റെ ഈ ചോദ്യം കേട്ട് രജോ ഗുണാധിക്യമുള്ള ലോകപിതാമഹനായ ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു. ബ്രഹ്മാവിന് രജോ ഗുണ ആണ് കൂടുതൽ. സൃഷ്ടിയല്ലേ, സൃഷ്ടിക്ക് രജോ ഗുണാണ് കൂടുതൽ. അല്ലയോ നാരദ, അങ്ങ് ചോദിച്ചതിനുള്ള മറുപടി എനിക്കും ദുർഗ്രാഹ്യമാണ് മകനെ. എങ്കിലും എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ വർണ്ണിച്ചു തരാട്ടോ. പൂർണ്ണമായ സത്വഗുണം ഒരിടത്തും ഒരാളിലും കാണാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനേ ഉണ്ടാവുള്ളൂ. ഉദാഹരണമായി സർവാലങ്കാര വിഭൂഷിത ഒരു യുവതി തന്റെ പ്രിയതമനെ തന്റെ ഹാവഭാവങ്ങൾ കൊണ്ട് തൃപ്തനാക്കുന്നു. അവരുടെ അച്ഛനും ബന്ധുക്കൾക്കും വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്ത് സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഈ സ്വഭാവം സപത്നികൾക്ക് ദോഷമല്ലേ ചെയ്യുന്നത് ആണ്. ഈ ഉദാഹരണത്തിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഉണ്ട്. ഒരാളിൽ തന്നെ 3 ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ടല്ലോ. രൂപം കൊണ്ടും സൗന്ദര്യം കൊണ്ടും മനോരഞ്ജകയായ ആ യുവതി കാമശാസ്ത്രത്തിലും ധർമ്മശാസ്ത്രത്തിലും അത്യധികം ഗ്രാഹ്യമുള്ളവളാണ്, നല്ല അറിവുള്ളവളാണ്. അവൾ ഭർത്താവിന് സംതൃപ്തി കൊടുക്കുന്നു. എന്നാൽ സപത്നിക്ക് ദുഃഖമല്ലേ കൊടുക്കുന്നത് ആണല്ലോ. അതാണ് പറയുന്നത്, സത്വഗുണങ്ങളുടെ കൂടെ മറ്റും ഗുണങ്ങളും നേരിയ തോതിലെങ്കിലും ചേർന്നിരിക്കുന്നു എന്ന്. ഒരു ഭാവം മാത്രം ആരിലും ഉണ്ടാവില്ല. നല്ലവരില് വളരെ കുറച്ച് രജോ ഗുണവും തമോ ഗുണവും ഉണ്ടാവും. സത്വഗുണം കൂടിയിരിക്കും. അല്ലാത്തവരില് അവരുടേതായ ഭാവങ്ങൾ കൂടിയിരിക്കും. ഇടിയും മിന്നലും ചേർന്ന മഴ ഉത്സവപ്പറമ്പിലുള്ളവർക്കും വിറക് സംഭരിക്കാൻ പോകുന്നവർക്കും വീട് മേയാത്തവർക്കും കനത്ത നഷ്ടവും ബുദ്ധിമുട്ടും അല്ലേ ഉണ്ടാക്കുന്നത്. എന്നാൽ ആ മഴ തന്നെ പാടത്ത് വിത്തിറക്കുന്ന കർഷകൻ എത്രമാത്രം ആശ്വാസമാണ് കൊടുക്കുന്നത്. ഒരേ കാര്യം തന്നെ ആൾക്കാരുടെ സൗകര്യത്തിനും അസൗകര്യത്തിനും കാരണമാകുന്നു. ഇപ്രകാരമാണ് ഗുണങ്ങളുടെ വിരുദ്ധ സ്വഭാവം മനസ്സിലാക്കുക മകനെ. ഇനി ഗുണലക്ഷണങ്ങളെ പറ്റി പറഞ്ഞു തരാം നാരദ. സത്വം പ്രകാശമയമാണ്, നിർമ്മലവുമാണ്. സത്വഗുണമുള്ളവന്റെ മനസ്സ് തൊട്ടുള്ള ഇന്ദ്രിയങ്ങൾ വിമലമാണ്. അവന്റെ മനസ്സ് വിഷയസുഖങ്ങളിലേക്ക് പോകുന്നതേ ഉണ്ടാവില്ല. ഏത് സത്വഗുണം കൂടിയ ആൾക്ക് ഈ വേണ്ടാതെ കണ്ട പെണ്ണുങ്ങളെ പുറകെ പോവാ. അത് സ്ത്രീ ആണെങ്കിൽ പുരുഷനൊക്കെ അന്യപുരുഷന്മാരോട് ശൃംഗരിക്കാനൊന്നും പോണെന്ന് തോന്നൂല. എന്നാൽ മടിയും ആലസ്യവും കോട്ടുവായും ഇട്ട് ചടഞ്ഞിരിക്കുന്നവനിൽ രജോ ഗുണത്തിന്റെ ആധിക്യം ഉത്കടമായിട്ട് പ്രകടമാവുന്നു. എങ്ങനെ? എപ്പോഴും പാപകർമ്മങ്ങളിൽ നിരതനും കുതർക്കത്തിൽ വാസനയും കലഹത്തെ തിരഞ്ഞു നടന്ന് കലഹിക്കുന്നവർ എവിടെയെങ്കിലും അന്വേഷിച്ചിട്ട് കൊണ്ടുവരും. ഏത് കലഹം? മനസ്സിന് ചാഞ്ചല്യമുള്ളവനും ഏതിലും ഉറച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നതോ നല്ലത്, ഇങ്ങനെ ചെയ്യുന്നതോ, അങ്ങനെ അങ്ങോട്ട് പോയാലോ അല്ല ഇങ്ങോട്ട് പോയാലോ, അങ്ങനെ പറഞ്ഞാലോ അല്ല പറയണ്ടാന്നോ, ഇങ്ങനെ മനസ്സിങ്ങനെ ചളിയില് കുത്തിയ കമ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരെ താമസ ഗുണത്തിന് അധീനനാണെന്ന് പറയുന്നു. ഇതൊക്കെയാണ് സത്വരജസ്തമോ ഗുണങ്ങളുടെ സ്വഭാവം. അപ്പൊ നാരദൻ ചോദിച്ചു, അച്ഛാ, അങ്ങ് പറയുന്ന കാര്യങ്ങളെല്ലാം സംശയം തീരുന്നതേയില്ല. ഈ 3 ഗുണങ്ങൾക്കും വെവ്വേറെ ലക്ഷണങ്ങളാണല്ലോ. വ്യത്യസ്ത സ്വഭാവമുള്ളവ എങ്ങനെയാണ് ഒന്നിച്ചു പ്രവർത്തിക്കുക? വിഭിന്ന സ്വഭാവമാണെങ്കിൽ അവ ശത്രുക്കളായല്ലേ വർത്തിക്കേണ്ടത്. അവർ യോജിച്ചുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത്? അത് പറഞ്ഞു തന്നാലും. ഇപ്പൊ ബ്രഹ്മാവ് ഒരു ദീപത്തിന്റെ പ്രകാശത്തെ ഉദാഹരണമായി എടുക്കാം. വിളക്കിൽ പ്രകാശത്തിന് തീ വേണം, എണ്ണ വേണം. വിഭിന്ന പദാർത്ഥങ്ങളുടെ ചേർന്നുള്ള പ്രവൃത്തി കൊണ്ടല്ലേ പ്രകാശം ലഭിക്കുന്നത്. ഇതിൽ എണ്ണക്ക് തീയിനോടും തിരിയോടും വൈരം, തീയിന് എണ്ണയോടും തിരിയോടും വൈരം. എന്നാലും അവ ഒന്നിച്ചു ചേരുമ്പോൾ പ്രകാശം ഉണ്ടാകുന്നില്ലേ ഉണ്ണി? ഈ ഗുണങ്ങൾ പരസ്പര വിരുദ്ധമാണെങ്കിലും പ്രപഞ്ച പ്രവർത്തനങ്ങൾക്ക് ഈ ഗുണങ്ങൾ ഒന്നിച്ചു നിന്നേ മതിയാകും. അപ്പൊ നാരദ ചോദിച്ചു, ഈ വിശ്വത്തിന്റെ പ്രവർത്തനത്തിന് പ്രകൃതിയുടെ 3 ഗുണങ്ങളും കാരണമായി വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അത് മനസ്സിലായി നാരദർക്ക്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അപ്പൊ പിന്നെയും പറഞ്ഞു കൊടുക്കുന്നു. ബ്രാഹ്മണൻ കവിശ്രേഷ്ഠനാവുകയും ചെയ്യുന്നു പറയുന്നു. എന്ന് പറയുമായിരുന്നു ആര്? സത്യവ്രതൻ. പണ്ട് സത്യവ്രതൻ എന്ന ബ്രാഹ്മണന്റെ കഥയാണ്. ബ്രാഹ്മണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
സത്യവ്രതൻ നിരക്ഷരനും മൂർഖനുമായിരുന്നു. വിദ്യാഭ്യാസേയില്ല. ഒരാൾ പന്നിയെ കണ്ട് പേടിച്ചു ഐ എന്ന് ഉറക്കെ പറഞ്ഞു അത്രേ. അത് കേട്ട് സത്യവ്രതൻ എപ്പോഴും അയാളെ കാണുമ്പോൾ ഐ എന്ന് പറയുമായിരുന്നു. അപ്രകാരം കളിയായി ആ മന്ത്രം ഉച്ചരിച്ച് നിരക്ഷരനായ സത്യവ്രതൻ അക്ഷരജ്ഞാനിയായി തീർന്നു. ആ മന്ത്രത്തിന്റെ ശക്തിയും ദേവിയുടെ അനുഗ്രഹവും ഉണ്ടായപ്പോൾ ആ ബ്രാഹ്മണൻ കവിശ്രേഷ്ഠനാവുകയും ചെയ്തു. അറിയാതെയെങ്കിലും ഐ മന്ത്രം കൊണ്ട് ഒരാൾ കവീന്ദ്രനായെങ്കിൽ അർത്ഥം മനസ്സിലാക്കി ആ മന്ത്രം ഉരുവിട്ടവന്റെ സിദ്ധിക്ക് വല്ല കണക്കുമുണ്ടോ? ആ മന്ത്രത്തിന്റെ സിദ്ധി വാക്കുകൾക്ക് അതീതമാണ്. പറഞ്ഞു തരാനൊന്നും കഴിയില്ല. അത്രമാത്രം ശക്തിയുണ്ട് ആ ഐ എന്നുള്ള മന്ത്രത്തിന്. മകനെ നാരദാന്ന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോ 10ാമത്തെ അധ്യായത്തിൽ സത്യവ്രതന്റെ കഥയാണ് പറയുന്നത്. നമുക്ക് ഭഗവാന്റെയും ആ പൊന്നുണ്ണി കണ്ണന്റെയും അതുപോലെ ജഗദംബികയുടെയും അനുഗ്രഹത്തോടു കൂടി നാളെ പറയാം.